ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഞങ്ങൾ ഇന്ന് അൽഷാദി ബീച്ച് എന്ന് പറഞ്ഞൊരു ബീച്ച്, അത് ഇൻസ്റ്റയിൽ കണ്ട, അപ്പോൾ അവിടെ വരെ ഒന്ന് പോയി നോക്കാമെന്ന് കണ്ട. നമ്മൾ ഇതുവരെ പോയിട്ടില്ല, എങ്ങനെ ഉണ്ടെന്നൊന്നും അറിയത്തില്ല. അപ്പോൾ എന്തായാലും നമുക്ക് പോയി നോക്കാം. ഇവിടുന്ന് 1.5 മണിക്കൂറുണ്ട് കേട്ടോ, 130 കിലോമീറ്റർ. നമ്മളപ്പോൾ അങ്ങോട്ട് ഇറങ്ങുവാണ് കേട്ടോ. ഞാനാണെങ്കിൽ അവർ വരുമ്പോഴത്തേനെ നമ്മുടെ വണ്ടി ഒന്ന് പോയി സ്റ്റാർട്ടാക്കിയിടാമെന്ന് കണ്ട. അവിടെ ഭയങ്കര ചൂടായതുകൊണ്ട് വണ്ടി ചൂടായി കിടക്കുമായിരിക്കും. ഇത് നമ്മുടെ വില്ലയുടെ ബാക്ക് സൈഡിലൂടെ ഉള്ള ഡോറാണ് കേട്ടോ. നമ്മുടെ വണ്ടി ഇവിടെ ഇട്ടേക്കുന്നത്. ഇതല്ലേ നമ്മുടെ വില്ലയുടെ കോമ്പൗണ്ട് തന്നെ. ഇവിടെ ഒരുപാട് കിളികളുണ്ട് കേട്ടോ. അതുകൊണ്ട് ആ ഈന്തപ്പന മരത്തിലാണെങ്കിൽ ഒരു തത്ത ഇരിപ്പുണ്ട്. ഞാനാണെങ്കിൽ സൂം ചെയ്ത് നോക്കാം, കാണാൻ പറ്റുമോയെന്ന് അറിയത്തില്ല. ഇതേ കണ്ടോ, ചെറുതായിട്ട് കാണാം. കണ്ടോ അതേ ഇവിടെ കണ്ട, ഇത് കണ്ട ഇപ്പോഴൊക്കെ ഉണ്ടായി കിടക്കുന്നുണ്ടോ? അതേലും ഉണ്ട് കേട്ടോ ഈന്തപ്പഴം. നമ്മളിപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങി, ഇനിയിപ്പോൾ നമ്മുടെ തൊട്ടപ്പുറത്തുള്ള റാഷിദലിന്ന് ചായയും കൂടെ കുടിച്ചിട്ട് പോകാൻ വേണ്ടി പോവുകയാണ്. അങ്ങനെ നമ്മൾ 3 ചായ ഓർഡർ ചെയ്തു കേട്ടോ. ഈ റാഷിദലി എന്ന് പറഞ്ഞാൽ നമ്മുടെ വില്ലയുടെ തൊട്ടിപ്പുറത്ത് വേറൊരു വില്ലയുണ്ട്, അതിൻ്റെ അപ്പുറത്ത് ജസ്റ്റ് ഇപ്പുറത്താണ് ഈ റാഷിദലി കേട്ടോ. ഞങ്ങളിപ്പം ചായയൊക്കെ മേടിച്ച് ഇനിയിപ്പം പെട്രോൾ അടിക്കണം. ഇവിടെ കുറച്ചങ്ങോട്ട് മാറി തന്നെ നമുക്ക് പെട്രോൾ പമ്പ് ഉണ്ട്. അപ്പം പെട്രോളൂടെ അടിച്ചിട്ട് പോകാമെന്ന് ഓർത്താം. നമ്മളങ്ങനെ ഇവിടെ എത്തി കേട്ടോ. ഒത്തിരി ആൾക്കാരുണ്ടായിരുന്നു ഇവിടെ. വീക്കെൻഡൊക്കെ ആയതുകൊണ്ട് നല്ല തിരക്കായിരുന്നു. എല്ലാവരും ഇങ്ങനെ ബീച്ചിൽ ഇറങ്ങുന്ന രീതിയിലൊക്കെ ആയിരുന്നു. കുറേ പേര് ചെയറൊക്കെ, ക്യാമ്പിങ് ചെയറൊക്കെ ആയിട്ട് അവിടെ ബീച്ചിൻ്റെ സൈഡിൽ ഇരിക്കുന്നു. നല്ല രസമായിരുന്നു കേട്ടോ കാണാൻ വേണ്ടിയിട്ട്. ഒത്തിരി ആൾക്കാരുണ്ടായിരുന്നു. നമുക്ക് ഇറങ്ങി കുളിക്കാനൊക്കെ പറ്റുന്നതാണ്. പിന്നെ കുറേ ജെറ്റ് സ്കി അങ്ങനെയൊക്കെ വാട്ടർ സ്പോർട്സൊക്കെ അവിടെ ഉണ്ടായിരുന്നു. ഒത്തിരി വാഴ കണ്ടു കേട്ടോ. നമ്മൾ ആദ്യമായിട്ടാണ് ഇവിടെ ഇത്രയും വാഴ കാണുന്നത്. വാഴ തോട്ടം പോലെ ഇങ്ങനെ പിടിച്ചു നിൽക്കുക, ഫുള്ള് വാഴകളാണ്. നമ്മളിവിടെ എത്തിയപ്പം ഇത് വലിയ ബീച്ച് പോലെയൊന്നും അല്ല. നമുക്ക് ഒത്തിരി വന്ന് കാണാൻ മാത്രമൊന്നും അങ്ങനെ വലിയ കാര്യമായിട്ടൊന്നും ഇല്ല. ജസ്റ്റ് ഒരു കടലിൽ നിന്ന് ഇത്തിരി പോഷൻ വെട്ടി ഉണ്ടാക്കിയിരിക്കുന്ന പോലെയാണ് ഇത്. ഇങ്ങനെ
ഓരോ വാട്ടർ സ്പോർട്സ് അങ്ങനെയൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ ഉള്ളത്. പിന്നെ കുറേ പേരിങ്ങനെ ജസ്റ്റ് വന്ന് ചെയറൊക്കെ ആയിട്ട് ഇരിക്കാനും അങ്ങനെ ഉള്ളൂ, അല്ലാതെ പ്രത്യേകിച്ച് വലിയ സൂപ്പറൊന്നും പറയാനില്ല. പിന്നെ ഇവിടെ തെങ്ങുണ്ട് കേട്ടോ. തെങ്ങൊക്കെ നമ്മളിവിടെ UAE-ൽ ഇവിടെയാണ് നമ്മൾ ആദ്യമായിട്ട് തെങ്ങ് കാണുന്നത്. വേറെ എവിടെയും ഞങ്ങൾ കണ്ടിട്ടില്ല. ആ വാഴ ഞാൻ കാണിച്ചില്ലേ, അതിൻ്റെ ആ ഒരു സൈഡിലായിട്ടാണ് തെങ്ങുള്ളത്. അത് ഇങ്ങോട്ടേക്ക് പാസ് ചെയ്ത് വന്നപ്പോൾ ഞങ്ങൾക്ക് എടുക്കാൻ പറ്റിയില്ല. തിരിച്ചു പോകുമ്പം തെങ്ങിൻ്റേത് എടുക്കാം. ഇവിടെ ഈ പൊത്തിൻ്റെ ഉള്ളിൽ നിന്ന് ഞണ്ടുകളെ കണ്ടു കേട്ടോ. നമ്മൾ ഫോട്ടോ എടുത്തപ്പോൾ അത് ഉള്ളിലേക്ക് കയറിപ്പോയി. മറ്റേത് ഈ കുട്ടികൾ അവിടെ ഉണ്ടായിരുന്ന കേട്ടോ. നമ്മളോട് അവർ ചാടുന്ന വീഡിയോ എടുക്കാവോ എന്ന് ചോദിച്ചു. അങ്ങനെ നമ്മൾ എടുത്തതാണ്. സൺസെറ്റിൻ്റെ സമയമായി കേട്ടോ. ഇപ്പം നല്ല ഭംഗിയാണ്. ഫുൾ ഓറഞ്ച് കളറായി കേട്ടോ ആകാശമൊക്കെ ഈ സമയത്ത് കാണാൻ വേണ്ടിയിട്ട്. നമ്മൾ വന്നപ്പോൾ സൺസെറ്റിൻ്റെ സമയം അല്ലായിരുന്നു. ഇപ്പോൾ ഒന്നുകൂടെ നല്ല ഭംഗിയായി. അങ്ങനെ സൺസെറ്റ് കഴിഞ്ഞു. അപ്പോൾ നമ്മൾ ഇനിയിപ്പോൾ അപ്പുറത്ത് ഇതേപോലത്തെ തന്നെ സെയിം ഒരു സ്ഥലം ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ അങ്ങോട്ടേക്ക് പോകാമെന്ന് ഓർത്തു. അപ്പോൾ നമ്മളിത് ചാടിയിട്ടാണ് ഇങ്ങോട്ടേക്ക് കടന്നത്. അപ്പോൾ നമ്മൾ തിരിച്ചിറങ്ങുവാണ്. നമ്മളിവിടെ ഒരു പൂച്ചയെ കണ്ടു കേട്ടോ. കുറേ നേരം ഇവിടെ നിന്ന് ബഹളം വയ്ക്കുന്നു. നമ്മൾ വിളിച്ചപ്പോഴേക്കും ഇവിടെ വന്ന് കിടന്നതാണ്. ഇപ്പം മൈൻഡ് ചെയ്യുന്നില്ല കേട്ടോ. ഇപ്പം സമയം 7:40 കേട്ടോ. എന്നിട്ട് ഇവിടെ നല്ല വെട്ടമുണ്ട്. രാത്രി ആയിട്ടില്ല. 7:45 കഴിയുമായിരിക്കും രാത്രി ആവാൻ വേണ്ടിയിട്ട്. ഇത് നമ്മൾ അവിടെ ഇറങ്ങിയ പോലത്തെ തന്നെ വേറെ അതേപോലത്തെ സെയിം ഒരു സ്ഥലമാണ് കേട്ടോ. ഇവിടുന്ന് ലോക്ക് ചെയ്തിട്ടില്ല. നമുക്കിതിലിങ്ങനെ നടന്നങ്ങോട്ട് അവിടം വരെയും പോകാം. അവിടെ ഒരാളെന്തോ ചൂണ്ടയിട്ടുകൊണ്ട് നിൽക്കുന്ന കാണാം. അങ്ങനെ രാത്രിയായപ്പോൾ നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോകാൻ ഇറങ്ങി കേട്ടോ. നമ്മൾ പോകുന്നത് നമ്മുടെ ബാബ്സ് ഹിന്ദു മന്ദിറിൻ്റെ ഫ്രണ്ടിൽ കൂടെയാണ് പോകുന്നത്. ആ ടെമ്പിളിൻ്റെ കുറച്ച് ഡിസ്റ്റൻസേ ഉള്ളൂ ഈ ബീച്ചിലേക്കുള്ളത്. അപ്പോൾ ഈ ലൈറ്റ് കാണുന്നതാണ് കേട്ടോ ഹിന്ദു മന്ദിർ. അതിലെയാണ് നമ്മൾ വീട്ടിലേക്ക് പോകുന്നത്. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് ഇത്രയേ ഉള്ളൂ. ഇനി നമുക്ക് നെക്സ്റ്റ് വ്ളോഗിൽ കാണാം. അതുവരേക്കും ബൈ.